ട്രേയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേയിൽ നോർമൽ നമ്മൾ ട്രേ പിടിച്ചെടുക്കണം. പക്ഷെ നോർമൽ സിലിണ്ടേഴ്സ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 2 ഭാഗമുണ്ട് ഗ്യാപ്പ് കാണുന്നില്ലേ? ഇവിടെ കാണാൻ കാണാം. ദെൻ ഈ ലെവലില് തമ്പ് ഈ ഒരു ഗ്യാപ്പിലും ബാക്കി ഇങ്ങോട്ടേക്കും പിടിക്കാം. ഈ ലെവലിലാണ് നമ്മൾ ക്യാരി ചെയ്യേണ്ടത്. ദെൻ നമ്മൾ മെറ്റീരിയൽ പ്ലേസ് ചെയ്യുക. കുട്ടിയോട് introduce ചെയ്യാൻ materials. Today we are going to work with normal cylinders, block 1. Then baby wash me carefully. First presentation. വലുതും ചെറുതും മാത്രം എടുക്കുക. എന്നിട്ട് ഈ വലുതും ചെറുതും മാത്രമുള്ള പ്രസന്റേഷൻ കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ബ്ലോക്കിൽ ഡയമെൻഷൻ കുറഞ്ഞു വരികയാണോ ഹൈറ്റ് കൂടി വരികയാണോ എന്നുള്ളത് ഈ 2 സിലിണ്ടേഴ്സ് എടുത്താലും നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഫസ്റ്റ് പ്രസന്റേഷൻ ഇങ്ങനെ കൊടുക്കുന്നത്. ദെൻ ഫുഡ് പാക്ക് ചെയ്യുക. രണ്ടാമത്തെ പ്രസന്റേഷനിൽ പെൻസിൽ ടിപ്പ് മാത്രമല്ല കുട്ടിയുടെ മൈൻഡ് കോൺസെൻട്രേഷനും കൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഓർഡർലെസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞതിന് ശേഷം സോക്കറ്റ് എംപ്റ്റി ആണെന്നുള്ളത് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക. ഈ ഒരു സോക്കറ്റ് കാണിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ താഴെ ഹോളുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ലൈറ്റ് കുട്ടിക്ക് കാണാൻ പറ്റും. അത് എംപ്റ്റി ആണെന്നുള്ളത് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക. ശേഷം ഫുഡ് പാക്ക് ചെയ്യുക. ഇവിടെ കുട്ടിയുടെ ഡെവലപ്മെന്റ് കോൺസെൻട്രേഷൻ ഡെവലപ്മെന്റ് കുറവാണെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും. കുട്ടി ഇതെടുത്തിട്ടായിരിക്കും ഫസ്റ്റിൽ പ്ലേസ് ചെയ്യുക. രണ്ടാമത്തെ എടുത്ത് വെച്ചതിന് ശേഷം നേരെ പോകുന്നത് കൈ എങ്ങോട്ടായിരിക്കും? ഇവിടേക്കായിരിക്കും. ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ സോക്കറ്റിൽ വെച്ചാൽ ഇത് അൺഫിറ്റാണ് കേട്ടോ. ഉള്ളിലേക്ക് പോവും. ഇവിടെ ഹൈറ്റ് റെഡിയല്ല. ഇങ്ങനെ 2 പ്രസന്റേഷനാണ് ഇതിൽ വരുന്നത്. വളരെ വ്യക്തമായ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് പ്രസന്റേഷനും കൊടുത്തിട്ടുണ്ട്. പിടിക്കേണ്ട രീതി, എടുക്കുന്ന രീതി എല്ലാം കാണിച്ച് നിങ്ങൾക്ക്